വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം 2020 ലോകകപ്പ് ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും. അപ്പോൾ ഇപ്പോൾ മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിലാണ് ഉള്ളത്. ഈ ഗ്രൗണ്ടിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട സഞ്ജു വി സാംസൺ കളിച്ച് വളർന്ന് കഴിവ് തെളിയിച്ച് മികച്ച കളിക്കാരനായി മാറിയ ഒരു ഗ്രൗണ്ടാണ്. അങ്ങനെ ഒരു പ്രത്യേകത കൂടി ഈ ഗ്രൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇപ്പോൾ ഇവിടെ സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കാൻ എത്തുന്ന കുറച്ച് ആരാധകർ, കളിക്കാരൊക്കെ നമ്മോടൊപ്പം ചേരുകയാണ്. ഇന്നലത്തെ കളി എങ്ങനെ ഉണ്ടായിരുന്നു? കളി അത്യധികം ആവേശം നിറഞ്ഞ കളിയായിരുന്നു. നമ്മൾ ഇത്രയും ടൈറ്റ് ആകുന്ന ഒരു കളിയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചില്ല. എങ്കിലും ഫൈനലിന്റെ എല്ലാ ആവേശവുമുള്ള ഒരു കളി തന്നെയായിരുന്നു. അതെ. ആർക്കാണ് നിങ്ങളുടെ കൈയടി? ഹർദിക് പാണ്ഡ്യയ്ക്കാണോ, രോഹിത്തിനാണോ, കോഹ്ലിക്കാണോ, ആർക്കാണ്? അല്ല, എല്ലാവരും മികച്ച പെർഫോമൻസ് തന്നെയായിരുന്നു. നല്ലൊരു ക്യാപ്റ്റൻസി ആയിരുന്നു രോഹിത് ശർമ്മയുടേത്. ഹർദിക് പാണ്ഡ്യ നന്നായിട്ട് ബോളിംഗ് ചെയ്തു. ആ ലാസ്റ്റ് ഡെത്ത് ഓവറൊക്കെ നന്നായിട്ട് എറിഞ്ഞു. എല്ലാവരും ടീം കോർഡിനേഷൻ ഭയങ്കര വലുതായിരുന്നു. കാരണം സൗത്ത് ആഫ്രിക്ക വളരെ മികച്ചൊരു ബാറ്റിംഗ് ലൈനപ്പുള്ള ടീം കൂടിയായിരുന്നു. ബോളിങ്ങും അതുപോലെ സ്ട്രെങ്ത് ആയിരുന്നു. അവർ ഫസ്റ്റ് ടൈം വേൾഡ് കപ്പിൽ വരുന്നത്, അതൊരു നമുക്കൊരു വിഷമമുണ്ട്. സൗത്ത് ആഫ്രിക്ക പഠിച്ചാലും സന്തോഷമുണ്ട്. പക്ഷേ നമ്മുടെ ഇന്ത്യ ഫൈനൽ കളിക്കുമ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് ഇന്ത്യയോട് സപ്പോർട്ട് ചെയ്യുന്നു. ഒത്തിരി സന്തോഷം. നമ്മൾ ഇന്നിനി ലഡ്ഡു ഒക്കെ കൊടുക്കാനൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ് 9 മണിക്ക്. അപ്പോൾ അങ്ങനെയുള്ള ആഘോഷ പരിപാടികളൊക്കെ എന്തൊക്കെയാണ് ഇനി ബാക്കിയുള്ള പരിപാടികൾ? ഇനി 9 മണിക്ക് നമ്മുടെ ലഡു വിതരണം, പിന്നെ പതാക ഉയർത്തൽ തുടങ്ങിയ പരിപാടികളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. കൊടിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അതെ, ഇന്നലത്തെ ആവേശം ഇപ്പോഴും കെട്ടടങ്ങിയിട്ടില്ല. ആവേശം വരുന്നതിന് മുമ്പേ കളിക്കാൻ വന്നത് തന്നെ അതുകൊണ്ടാണ്. ഈ മഴയായിട്ടും നമ്മളെല്ലാവരും ഗ്രൗണ്ടിൽ രാവിലെ എത്തിയതിൻ്റെ തന്നെ കാരണം അത് തന്നെയാണ്. അപ്പോൾ ടീം ഇന്ത്യക്ക് ഒരു കൺഗ്രാറ്റ്സ് കൊടുത്തേ എല്ലാവരും. അങ്ങനെ വലിയൊരു ആവേശത്തിലാണ് യഥാർത്ഥത്തിലുള്ളത്. നമുക്കിപ്പോൾ രാവിലെ തന്നെ കാണാം ക്രിക്കറ്റ് കളിയൊക്കെ സജീവമായിട്ടുണ്ട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ. നിങ്ങൾ സാധാരണ സ്ഥിരമായിട്ട് ഇവിടെ കളിക്കാൻ വരുന്നവരാണോ? അതെ, 8 വർഷമായിട്ട് സ്ഥിരമായി കളിക്കാൻ വരുന്നവരാണ്. അതെ. അപ്പോൾ ഇന്നലത്തെ ഈ കളിയിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട മുഹൂർത്തം അതെന്തായിരുന്നു? അവസാനത്തെ ഡെത്ത് ഓവർ ഒരു രക്ഷയില്ല. അവസാനത്തെ 4 ഓവർ ഒരു രക്ഷയില്ല, ഒന്നും പറയില്ല. എന്ന് വെച്ചാൽ അർഷദീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റണ്ണ്? 4 റണ്ണാണ് എറിഞ്ഞു പിടിച്ചത്. പിന്നെ മറ്റേ ഇത് നമ്മളെ പാണ്ഡ്യ ഒരു രക്ഷയില്ലാതെ 8 റണ്ണിന് എറിഞ്ഞു പിടിച്ചാളാണ്. ബുംറയാണ് നമ്മളെ ഏറ്റവും വലിയ മികച്ച ഒരു ബോളർ എന്ന് പറയാം. ആളായിരുന്നു നമ്മളെ ഹൈലൈറ്റ്. ഈ വേൾഡ് കപ്പ് ത്രൂ ഔട്ട് ബുംറയുടെ പെർഫോമൻസ് ഭയങ്കര ഒരു ഏറ്റവും മികച്ച ഇപ്പം നിലവിലുള്ള ഏറ്റവും മികച്ച ഒരു ബൗളറായിട്ട് നമുക്ക് പറയാം. ഒരു ജാടയില്ല, നല്ല ബോളിംഗ് പെർഫോമൻസ്. ആ ഒരു കളി കയ്യിൽ നിന്ന് പോയ നിമിഷത്തിൽ ബുംറ വന്ന് എറിഞ്ഞ് പിടിച്ച ഓവറായിരുന്നു. അത് നേരത്തെ ക്യാപ്റ്റൻ ആ ഓവർ കറക്റ്റ് ടൈമിൽ കൊടുത്തു. 24 ബോളിൽ 27 നമ്മളും ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയായിരുന്നു, പേടിച്ച് തന്നെയായിരുന്നു. അതിൽ നിന്നാണ് പിന്നുള്ള ഡെത്ത് ഓവറുകളിൽ 4 റണ്ണ് മാത്രം വിട്ടുകൊടുത്ത് കളി വന്നത്. പിന്നെ ക്യാപ്റ്റൻസി ബ്രില്യൻസ് ഉണ്ടായിരുന്നു. അക്സർ പട്ടേലിനെ ടോപ്പ് ഓർഡറിലാക്കി നമ്മുടെ സൂര്യകുമാറിൻ്റെ ക്യാച്ച് അത് തന്നെയാണ്. ആ ഒരു ബോൾ നമ്മൾ 6 എന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഡേവിഡ് മില്ലറിൻ്റെ വിക്കറ്റ് കൂടെ വീണപ്പോഴേക്കും കളി കയ്യിലായി. അപ്പം തന്നെ നമ്മൾ ആവേശത്തിൻ്റെ പരകോടിയിലെത്തിയായിരുന്നു. എന്തായാലും ഈ നേരത്തെ ആണെങ്കിലും ഹർദിക് പാണ്ഡ്യയ്ക്ക് IPL കളിക്കുമ്പോൾ വലിയ വിമർശനവും പരാതികളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഈ ഒരു കളിയോടുകൂടി 2 മാസം മുന്നത്തെ ഹർദിക് പാണ്ഡ്യ അല്ലായിരുന്നു ഈ ടൂർണമെൻറ്റ് ഇറങ്ങുമ്പോൾ കളിച്ചത്. അപ്പോൾ അത് വലിയൊരു തിരിച്ചുവരവാണ്. ഹർദിക് പാണ്ഡ്യയ്ക്ക് വലിയ തിരിച്ചുവരവാണ്. അതേപോലെ പല കളിക്കാർക്കും അത് വലിയ തിരിച്ചുവരവ് തന്നെയാണ്. അപ്പോൾ ഏതായാലും വലിയ ഒരു ആവേശം നമുക്ക് എല്ലാവർക്കുമുണ്ട്. ആ ഒരു ആവേശത്തിലാണ് ഈ ക്രിക്കറ്റ് ആരാധകരുമുള്ളത്. MS സുജിത്തിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.